ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ചേർന്നിരുന്നിട്ട് വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. മൊത്തത്തിലൊരു ശാന്തതയാണല്ലോ, ഇതെല്ലാം കാണുമ്പോൾ സങ്കടം തോന്നുന്നു പറയുകയാണേ. ഇതിനെല്ലാം കാരണം ശ്രുതിയാണെന്നാണ് സച്ചി പറയുന്നത്. അതെങ്ങനെ സച്ചിയേട്ടാ, ശ്രുതി ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചു, അതിന് നിങ്ങളുടെ ഏട്ടൻ എന്ത് പഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ടേ. അത് മറ്റൊന്നും കൊണ്ടല്ല രേവതി, ഇവൻ ശരിയായിട്ടുള്ളൊരു ജീവിതമല്ല തുടക്കം മുതലേ ജീവിച്ചത്. ഇവന് ഭയങ്കര അത്യാഗ്രഹമാണ്. താൻ മാത്രം നന്നാവണം, താൻ കോടീശ്വരനാവണം എന്ന് വിചാരിച്ചിട്ട് ശ്രുതി പറഞ്ഞ കള്ളങ്ങളെല്ലാം വിശ്വസിച്ച് അവള് കോടീശ്വരിയാണെന്ന് കരുതിയിട്ടാണ് അവളെ കല്യാണം കഴിച്ചത്. അതിന്റെ അഹങ്കാരം അവൻ കാണിക്കുകയും ചെയ്തു. അതിനുള്ള കിട്ടലാണ് ഇപ്പൊ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതേസമയം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ മുറിയിൽ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നിട്ട് പുറത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുവാണേ. അത് കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് കയറി പോകുന്നു, കുറച്ച് വെള്ളം കുടിക്കുന്നു, തിരിച്ചു വരുന്നു. വീണ്ടും അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഇവൻ എന്താ ഉള്ളിൽ പോയിട്ട് ചെയ്യുന്നെന്ന് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട് ടെൻഷനായിട്ട്. ഇവൻ എന്താ രേവതി വാട്ടർ ടാങ്ക് പോലെ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ ഏട്ടൻ? നിങ്ങളുടെ ഏട്ടന്റെ സ്ഥാനത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ ബാറിൽ പോയിട്ട് വെള്ളം അടിക്കല്ലേ ചെയ്യുക. നിങ്ങളുടെ ഏട്ടന് ആ ശീലം ഇല്ലല്ലോ. ആർക്ക്? ഇവനോ? അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്. നല്ലവരായിട്ട് ഇരിക്കുന്നവരെ ആരും വിശ്വസിക്കില്ല. എന്നാൽ നല്ലവനെ പോലെ അഭിനയിക്കുന്ന ആളെ മാത്രമാണ് എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുള്ളൂ. ശ്രുതിയുടെ അവസ്ഥയെല്ലാം കണ്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിക്ക് നല്ല വിഷമമുണ്ടെന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രുതിക്ക് ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണെന്നുള്ള കാര്യം രവിക്ക് അറിയാം. കാരണം രണ്ടുപേരും കൂടി ചേർന്നിട്ടാണല്ലോ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാറ്. അത് കള്ളത്തരായാലും ശരി, മറ്റുള്ളവരെ പറ്റിക്കലാണെങ്കിലും എന്താണെങ്കിലും ശരി. ശ്രുതിക്ക് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹം അച്ഛനേക്കാൾ കൂടുതൽ അമ്മയോടാണ്. അതുപോലെ തന്നെ ശ്രുതിയെയും ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ രവിക്ക് നന്നായിട്ട് അറിയാട്ടോ. ആദ്യമൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്കും അറിയാം. നീ ഒരു കാര്യം ചെയ്യേ, ശ്രുതിയെ വിളിച്ചിട്ട് സംസാരിക്കേ. എന്നിട്ട് അവൾ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കേ. എത്രയും വേഗം തന്നെ പ്രശ്നം തീർക്കാനുള്ള വഴിയും നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ശ്രുതി ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് അവളെ വിളിക്കുന്നത്? പിന്നെ നീയല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ അടുത്ത് പോയിട്ട് നിന്റെ ഭാര്യയെ വിളിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റുമോ? നീയല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. പറയുന്നതിനൊരു കാരണമുണ്ട്. നീ അവളെ വിളിച്ച് സംസാരിക്കേ, എന്നിട്ട് എങ്ങനെങ്കിലും പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നോക്കെന്ന് പറയുന്നുണ്ട്. എന്ത് തീർക്കാനാണ്? ഇതില് ഒന്നും തീർക്കാനില്ല അച്ഛാ എന്ന് ശ്രുതി പറയുന്നത് കേൾക്കുമ്പോ നീ എന്താണ് അച്ഛനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ അറിയില്ലേ? സച്ചി, നീ വെറുതെ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഒരു കുടുംബത്തിലൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും അതിൽ കയറി ഇടപെടുകയും അതെങ്ങനെയെങ്കിലും ശരിയാക്കാൻ വേണ്ടിട്ട് നോക്കുകയും ചെയ്യില്ലേ? പിന്നെന്താ വെച്ചാ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛൻ പറയുന്നതും ഇവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സച്ചേട്ടനും നല്ലതിന് വേണ്ടി തന്നെയല്ലേ പറയുന്നതെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം തെറ്റ് തന്നെയാണ്. അവൾ സത്യങ്ങളെല്ലാം നിന്റെ അടുത്ത് തുറന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ അവൾ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ള കാര്യം നീ ചോദിക്കണം. അവൾക്ക് ഒരു അവസരം കൊടുക്കാതെ നമ്മൾ അവളെടുത്ത് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. അതും സാധാരണ പോലെ പുറത്തു പോകാനല്ല പറഞ്ഞത്. അവളെ മുഴുകി പിടിച്ചിട്ട് ചന്ദ്ര പുറത്തു കൊണ്ടുപോയി തള്ളുക ചെയ്തത്. അവള് ഈ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മരുമകളാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. അത് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. ശ്രുതി എത്ര തെറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അവളെ ഇവിടുന്ന് മുടിക്കുത്തിന് പിടിച്ച് പറഞ്ഞേക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. അത് അമ്മ ചെയ്ത തെറ്റ് തന്നെയാണെന്ന് രേവതിയും. അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. ഈ വീട്ടില് 3 മരുമക്കളുണ്ട്. പക്ഷെ അവരെ 3 പേരെയും അച്ഛൻ അവരുടെ സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്. അത് അമ്മയ്ക്കാണ് അറിയാത്തത്. അമ്മയാണ് വേർതിരിച്ച് കാണാറ്. എടാ, നീ വെറുതെ അമ്മയെ കുറ്റം പറയണ്ട. ഇതിലേക്ക് വെറുതെ അമ്മയെ വലിച്ചിടാൻ വേണ്ടി നോക്കണ്ട. അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അമ്മ ചെയ്തതെല്ലാം ശരിയാണ്. നീയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ടല്ലേ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വന്നത്. അതൊക്കെ ശരി തന്നെയാണ്, ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ വീട്ടിൽ ഒരു തെറ്റ് നടക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. എന്നാ കാര്യങ്ങൾ മറ്റൊരു ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ്. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് നീ ശ്രുതി ചെയ്യുന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമ്മ പറയാതെ ഞാൻ ശ്രുതിയെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല. ശ്രുതി, ഞാൻ പറയുന്നൊന്ന് കേൾക്കെന്ന് രവി പറയുന്നുണ്ടെങ്കിലും ഇല്ല, അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട, അച്ഛൻ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് തന്നെ മുഖത്തടിച്ചതുപോലെ പറയാനുണ്ട് ശ്രുതി. അച്ഛനോട് തന്റെ വിഷയത്തിൽ തലയിടരുതെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്താടാ പറഞ്ഞത്? നിനക്ക് അച്ഛനടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? നീ എന്താ പറഞ്ഞത്? എന്റെ കാര്യത്തിൽ എന്താടാ അച്ഛൻ ഇടപെടണ്ടായിരുന്നോ? അച്ഛനില്ലായിരുന്നു എന്നുണ്ടെങ്കിലുണ്ടല്ലോ നീയും ഞാനും ഈ കുടുംബം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. സച്ചി ദേഷ്യപ്പെടുമ്പോഴേക്കും രേവതിയാണെങ്കിൽ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാനങ്ങനെ ആരെയും മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചതല്ല. ശ്രുതിയുടെ കാര്യത്തിൽ അമ്മ ചെയ്ത കാര്യങ്ങൾ ശരിയാണ്. അവളെ ചെയ്ത തെറ്റിന് അവൾക്ക് കൊടുത്ത ശിക്ഷ കറക്റ്റ് ആണ്. അമ്മയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം പോലും അറിയില്ല. അവള് സമാധാനപരമായിട്ട് ഒരു കാര്യം ചിന്തിക്കില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ശ്രുതി നിന്നെ വിശ്വസിച്ചിട്ട് ഈ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്ന പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അവളെ നീ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ശ്രമിക്കണം.
എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകില്ല. അമ്മ പറയാതെ ഇനി അവളെ കാണാനോ സംസാരിക്കാനോ കൂട്ടിക്കൊണ്ടുവരാനോ ഒന്നിനും ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് സുധി ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. അച്ഛന് ഭയങ്കരമായിട്ട് വിഷമമായി എന്നുള്ള കാര്യം സച്ചിക്ക് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനെ അവന്റെ സ്വഭാവമൊക്കെ അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കണ്ട, പ്രശ്നങ്ങളൊക്കെ ഉടനെ തീരും. എന്തോ ചീത്ത സമയമാണെന്ന് തോന്നുന്നു നമുക്ക് അച്ഛ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങ് കയറി പോവാണേ. അത് കഴിഞ്ഞിട്ട് ചന്ദ്ര രാവിലെ തന്നെ ബാമയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് കേട്ടോ. ബാമയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം കയ്യിലുള്ള ബാഗൊക്കെ അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ ദേഷ്യത്തില്. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തത്, അവളോട് ഞാൻ എന്തോരം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അവളെ ഞാൻ എന്റെ മരുമകളെ പോലെയാണോ കണ്ടത്, അല്ലല്ലോ സ്വന്തം മകളെ പോലെയല്ലേ. എന്റെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് അവൾക്ക് ഞാൻ പാർലർ ആരംഭിക്കാനുള്ള പണം കൊടുത്തു. ആ പാർലറിന്റെ പേര് എന്റെ പേര് അവള് മാറ്റി. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. വീട്ടിൽ കയറി വന്നിരിക്കുന്ന 3 മരുമക്കളില് അവളെയാണല്ലോ ഞാൻ തലയിൽ കയറ്റിയിട്ട് കൊണ്ടാടിയെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രേ, അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതുപോലെ തന്നെ 3 മരുമക്കളെ നീ ഒരുപോലെ കാണണമായിരുന്നു. ചന്ദ്ര ഓൾറെഡി ദേഷ്യത്തിലാണ്. അതിനിടയ്ക്ക് ചന്ദ്ര ചെയ്ത് തെറ്റാണെന്നുള്ള രീതിയിലും കൂടി ബാമ സംസാരിക്കുമ്പോ ചന്ദ്രയ്ക്ക് കുറച്ചും കൂടി കലി കൂടുമല്ലോ. വേണ്ട ബാമേ, എന്റെ ദേഷ്യം വെറുതെ നീ കൂട്ടരുത്, ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയാണ്. ഇത് കേട്ട ബാമയാണെങ്കിൽ ഞാനോ എന്ന് ചോദിക്കുവാണേ. ഞാൻ എന്താ ചന്ദ്ര ചെയ്തത്? നീ എപ്പോഴും പറയാറുണ്ടല്ലോ നീ കാണിച്ചു തന്ന മരുമകളാണെന്ന്. നല്ല കാണിക്കല് തന്നെയാ നീ കാണിച്ചു തന്നത്. ഒരു അഴിഞ്ഞാട്ടക്കാരിയാണല്ലോ എന്റെ മകന്റെ തലയിൽ നീ കെട്ടിവെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ബാമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ വലിയ പണക്കാരിയാണ്, മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറ്റി. ഇത് നോക്ക് ചന്ദ്രേ, നീ വെറുതെ പഴി എല്ലാം എന്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട. ഇത്രയും വർഷത്തെ പരിചയത്തിനിടയ്ക്ക് ഞാൻ നിന്നെ എന്തോരം ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അവരെല്ലാം ഇതുപോലെയായിരുന്നോ? ഞാൻ നിന്നെ ശ്രുതിയെ പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് അവള് പണക്കാരിയാണോ മലേഷ്യക്കാരിയാണോ ഇതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് മസാജ് ചെയ്യാൻ വേണ്ടി വരുന്ന പെണ്ണ് അത്ര മാത്രമല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നീയാണല്ലോ അവളുമായിട്ട് സംസാരിച്ച് പഴകിയത്. നിനക്ക് പണക്കാരെ വീട്ടിലെ മരുമകളാ വേണ്ടെന്നുള്ള കാര്യം നിന്റെ സംസാരത്തിൽ നിന്ന് അവള് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവള് വലിയ പണക്കാരെ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് നിന്നെ പറ്റിച്ചത്. എന്തൊക്കെയാണെങ്കിലും അവളും മലേഷ്യക്കാരി തന്നെയല്ലേ എന്ന് ബാമ ചോദിക്കുമ്പോ ഒലക്ക, അവസാനം അവളും രേവതിയെ പോലെ 5 പൈസയ്ക്ക് ഗതിയില്ലാത്തവൾ തന്നെയാണ്. ഇത് നോക്ക് ചന്ദ്രേ, നിന്റെ ഈ അത്യാഗ്രഹം ഉണ്ടല്ലോ, ഇതാണ് നിന്നെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അത്യാഗ്രഹം ആപത്ത് എന്നുള്ള കാര്യം നീ കേട്ടിട്ടില്ലേ ചന്ദ്ര? നീ എന്താ ബാമേ എന്നെ കുത്തി കാണിക്കാണോ? ഇപ്പൊ നടന്നതിനെല്ലാം കാരണം ചന്ദ്രൻ നീ ഒരൊറ്റ ആളാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രുതിയെ കണ്ട സമയത്ത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ശ്രുതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവള് പണക്കാരിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോ നീ തന്നെയാണ് ശ്രുതിക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. അത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് മറുപടി ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. നിനക്ക് തന്നെ മറുപടി പറയാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. നീ അവളുടെ വീട്ടിൽ നിന്ന് സ്വത്തുക്കളെല്ലാം വരാനുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവളെ നീ മരുമകളായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ അതെല്ലാം കള്ളായിന്നായി. നിന്റെ അടുത്ത് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രുതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്? അതെല്ലാം നിന്റെ മാത്രം തീരുമാനമായിരുന്നു ചന്ദ്രേ. അതെ, ശരി തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്റെ തലയിൽ മണ്ണ് വാരി എറിഞ്ഞത്. മതിയോന്ന് വെച്ചിട്ട് നമ്മുടെ ബാമയ്ക്ക് നേരെ ചെല്ലുവാണ് ചന്ദ്ര. നീ ഒന്നും ചെയ്തിട്ടില്ല, നീ നല്ലവളും ഞാൻ മോശപ്പെട്ടവളും. ഇപ്പോഴും ചന്ദ്രേ, നിന്റെ മേലുള്ള തെറ്റ് മനസ്സിലാക്കാതെ നീ എന്നെ കളിയാക്കുന്ന രീതിയിലല്ലേ സംസാരിക്കുന്നത്? ഇത് നോക്ക് ബാമേ, ഞാന് എന്റെ വീട്ടിൽ സമാധാനമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറയുവാണേ. ഞാനല്ലെങ്കിലും നിന്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? എന്തായാലും നടന്ന കാര്യങ്ങളെല്ലാം നടന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അല്ലെങ്കിലും നീ എന്തിനാ ശ്രുതിയെ വീട് വിട്ട് പറഞ്ഞയച്ചത്? പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ വീണ്ടും ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണോ വേണ്ടത്? എന്തൊക്കെയാണെങ്കിലും ശ്രുതിയുടെ ഭാര്യ തന്നെയല്ലേ ശ്രുതി, അത് ആർക്കും മാറ്റാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് ബാമ ചോദിക്കുമ്പോ, ഇനി അങ്ങനെ ഒരുത്തി എന്റെ മകന്റെ ഭാര്യയായിട്ട് അവന്റെ ജീവിതത്തിൽ വേണ്ട, എന്റെ മകന്റെ ഭാര്യയായിട്ട് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത്. ശരി, നീ എന്തായാലും അവളെ പറഞ്ഞയച്ചു. അല്ല ചന്ദ്രൻ, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രവിയേട്ടൻ പറയും ഞാൻ ചെയ്തതാണ് തെറ്റ് എന്ന് ഇങ്ങനെ പറഞ്ഞ് എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അതുപോരാത്തതിന് ശ്രുതിയുടെ അടുത്താണെങ്കിൽ ശ്രുതിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാനും പറയുന്നു. എനിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. ആഹാ, ഇത് ചന്ദ്രൻ നല്ല കഥയാണല്ലോ. പണ്ടൊക്കെ നീ രേവതി വീട് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് തിരിച്ചു വരരുതെന്നുള്ള കാര്യം പറയും. എന്നാൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ശ്രുതി വീട്ടിൽ നിന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറയുന്നു. കാലം പോയൊരു പോക്കെ, ഞാനേ പോലെയൊക്കെ സംസാരിക്കുന്നതെന്ന് ബാമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നടക്കുന്ന കാര്യമല്ലേ ചന്ദ്രൻ ഞാൻ പറഞ്ഞത്? ആകെ മൊത്തത്തില് ഇപ്പൊ പറയുവാണെങ്കിൽ രവിയേട്ടൻ കൊണ്ടുവന്ന രേവതിയും പണക്കാരിയല്ല,
നീ കൊണ്ടുവന്ന മരുമകളായ ശ്രുതിയും പണക്കാരിയല്ല. ആകെ ശ്രീകാന്ത് കണ്ടുപിടിച്ച വർഷം മാത്രമാണ് പണക്കാരി. ആര് ആ പണക്കാരത്തിന്റെ അഹങ്കാരമുള്ളവളോ? അവള് എനിക്ക് ഒരു മതിപ്പും തരാത്തവളാണ്. മൊത്തത്തിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യവും നടന്നില്ല. പാർലർക്കാരിയാണെന്നുണ്ടെങ്കിൽ എന്നെ മൊത്തത്തില് പൊട്ടത്തിയാക്കുകയും ചെയ്തു. ശരി, എന്തായാലും നടന്നു. നീ വാ, നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടേ. നീ ഒന്ന് വിട്, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള മൂഡൊന്നുമില്ല. എനിക്ക് അവളോടുള്ള ആ ഒരു ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാലിതുള്ളി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുവാണേ. ഇതിനിപ്പോ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഇതിന് എന്താ ഒരു പരിഹാരം എന്ന് ചോദിക്കുന്നുണ്ടേ ബാമ. ആദ്യം എന്റെ ദേഷ്യം ഒന്ന് അടങ്ങട്ടെ, എനിക്ക് ആകെ മൊത്തത്തിൽ പ്രാന്ത് പിടിക്കുന്നുണ്ട്. നിനക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ബാമയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ശരി, നീ ഇപ്പൊ ദേഷ്യത്തിലാണ് ഉള്ളത്, കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് ബാമ ചന്ദ്രയുടെ അരികിൽ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. തുടർന്ന് വീണ്ടും വീട്ടിലാണ് കാണിക്കുന്നത്. സച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രേവതി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ടുടനെ രേവതി പറയുന്നത്, ഈ സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ, അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നുന്നു, വീട് മൊത്തത്തിൽ ഉണങ്ങിയ പോലെയൊക്കെയാ തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചി അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. സുധിയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ലേറ്റ് ആയിട്ടാ വന്നത്, ഇന്നിപ്പോ രാവിലെ തന്നെ വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് സച്ചിയുടെ ഫോണിലേക്ക് ശ്രീകാന്തും രേവതിന്റെ ഫോണിലേക്ക് വർഷയും വിളിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും മാറി മാറി വിളിക്കുന്നത്. ഒരു മുറിയിൽ നിന്നുകൊണ്ട് രണ്ടുപേരെയും വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ടുപേരും എന്താ ഒരേ സമയത്ത് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായോ, നമ്മളിങ്ങനെ പ്രശ്നം തീർക്കാൻ വേണ്ടി നടക്കണല്ലോ രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കോൾ അറ്റൻഡ് ചെയ്യാണ്ട് നിൽക്കുമ്പോഴേക്കും രേവതിയാണെങ്കിൽ വേഗം കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് എവിടെയാണുള്ളതെന്നൊക്കെ സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ്. സച്ചി വീട്ടിലാണെന്ന് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവര് റിസോർട്ടിലാണെന്ന്. റിസോർട്ടിലെ വിശേഷങ്ങളെ കുറിച്ചിട്ട് രേവതി വർഷയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്ത് വിശേഷം, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് എൻജോയ് ചെയ്യാണ് ചേച്ചി. അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണെന്ന് രേവതി പറയുന്നത്. മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞു പോകുന്ന സമയം വരെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം, ആര് കാരണമാണ് പ്രശ്നം എന്നാണ് വർഷ ചോദിക്കുന്നത്. എല്ലാം ശ്രുതി കാരണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് സച്ചിയുടെ അടുത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് തിരികെ വരുന്നതിന് മുമ്പായിട്ട് മണ്ഡപത്തിൽ വെച്ചിട്ട് ശ്രുതിയുടെ മലേഷ്യ ഇളയച്ചിനെ കണ്ടെന്ന് പറയണേ. അതെങ്ങനെയാ അയാള് അവിടെ വരുന്നത്? എടാ, അവിടുത്തെ കല്യാണ ചെക്കന്റെ അമ്മയുടെ ആങ്ങളെയായിരുന്നു നമ്മുടെ മലേഷ്യ ഇളയച്ച്. അത് കേട്ട ഉടനെ തന്നെ വർഷയാണ് മറുപടി പറയുന്നത്. അപ്പോ രേവതി ചേച്ചി അത് ശ്രുതി ചേച്ചിയുടെ ഇളയച്ചനല്ലേ എന്ന് ചോദിക്കുവാണേ. അല്ല, അത് ഇളയച്ചനും അല്ല, അയാള് മലേഷ്യന്ന് വന്നതുമല്ല, എല്ലാം കള്ളമാണ്. അതിന് മറുപടി എന്നുള്ള രീതിയിൽ ശ്രീകാന്ത് പറയുന്നത് പോലെയാണ് കേട്ടോ കാണിക്കുന്നത്. ചുമ്മാ സച്ചിട്ട് ഓരോന്ന് പറയരുത്. എടാ, ഞാൻ എന്തിനാടാ കള്ളം പറയുന്നത്? നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം സച്ചി ശ്രീകാന്തിന്റെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വർഷയുടെ അടുത്ത് രേവതിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണേ. ഇത് കേട്ടിട്ട് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ള കാര്യം വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് ശ്രീകാന്തും വർഷയും പറയുന്നത് കേട്ടോ. ഇപ്പോ ശ്രുതി ചേച്ചി എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോ അമ്മയല്ലേ ആള്, അമ്മയെ പറ്റിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചുമ്മാതിരിക്കോ, അവളെ മുടിക്കുത്തിന് പിടിച്ചിങ്ങാണ്ട് പുറത്താക്കി എന്ന് പറയുകയാണെ. അപ്പോ അമ്മയോന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയും ഇപ്പൊ വീട്ടിലില്ല, അമ്മയാണെങ്കിൽ ബാമാന്റിന്റെ വീട്ടിലേക്ക് പോയി. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വരുന്നു പോകുന്നു, ആകെ മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങളാണെന്ന് അറിയിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചിയാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യമൊന്നും എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഞങ്ങൾ എന്തായാലും ഉടനെ തന്നെ തിരിച്ചു വരാം എന്ന് പറയുന്നുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട, നിങ്ങള് കുറെ നാളുകൾക്ക് ശേഷമല്ലേ ഒന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പോയത്, അതുകൊണ്ട് സ്റ്റേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി എന്നാണ് രേവതിയും അതുപോലെ സച്ചിയും പറയുന്നത്. എന്നാൽ രണ്ടുപേരും അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസോർട്ടിൽ പോയിരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അവരടുത്ത് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവര് വരാ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ശ്രീകാന്ത് സച്ചിയുടെ അടുത്ത് പറഞ്ഞതും രേവതിയുടെ അടുത്ത് വർഷ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സച്ചിയും രേവതിയും പരസ്പരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് അവർ ചെയ്യട്ടെ. എന്തായാലും ശ്രീകാന്ത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മ തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ആ പൗഡർ എടുത്ത് എവിടെയായിരിക്കും പോയിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അവളെവിടെ പോകാനാണ്, അവള് ആ മീരയുടെ വീട്ടിലുണ്ടാവുമെന്ന് പറയാണേ. അത് ശരിയാണ്, അവൾക്കല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അമ്മ കുറച്ച് തെറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. അവൾക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ കേൾക്കണമായിരുന്നു. അവൾക്ക് പറയാൻ എന്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ നമ്മളെ പറ്റിച്ച അവൾക്ക് ഇനി സംസാരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു അവസരം കൊടുക്കണമെന്ന് സച്ചി രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല, അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം അവൾക്ക് പറയാനുണ്ടാവുമല്ലോ, അത് നമ്മൾ കേൾക്കണമായിരുന്നു. അത് ശരിയാണ്, അവളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണമായിരുന്നു. അമ്മ എടുത്തു ചാടിയിട്ട് അവളെ പുറത്താക്കി സംസാരിക്കാൻ അനുവദിക്കണമായിരുന്നു രേവതി പറയുമ്പോഴും
അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവൾ ഇനി പറയാൻ പോകുന്നത് വേറെ പുതിയ എന്തെങ്കിലും കഥകളായിരിക്കും. ശ്രുതിയുടെ അടുത്തെങ്കിലും അവള് സത്യങ്ങളൊക്കെ തുറന്നു പറയണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അവനെയും കൂടി ചേർത്തിട്ടാണ് അവള് പറ്റിച്ചത്. അതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സ്വന്തം ഹസ്ബൻഡിന്റെ അടുത്തെങ്കിലും അവള് സത്യങ്ങളൊക്കെ തുറന്നു പറയണമായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഏട്ടൻ വല്ലാതെ മനസ്സ് തളർന്നു പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാ വന്നത്. ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ശ്രുതി അന്വേഷിച്ച് പോയതായിരിക്കുമോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. അതിനൊരു ചാൻസും ഇല്ല. അവനൊരിക്കലും അമ്മ പറയാതെ അവളെ കാണാനോ മിണ്ടാനോ സംസാരിക്കാനോ പോകത്തില്ല. ഉറപ്പായിട്ടും എന്റെ സംശയം ശരിയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ ഏതെങ്കിലും ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുവാണേ. അതുപോലെ തന്നെ ശ്രുതി ഇരുന്നിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുവാണേ. ബാറിലിരുന്നിട്ട് വെള്ളം അടിച്ചിട്ട് അവിടെ ഇരുന്ന് എന്റെ ഭാര്യ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടപ്പെടലും വെള്ളമടിക്കലും ഒക്കെയാണ്. കൂടെ ആനന്ദാണ് കേട്ടോ ഉള്ളത്. അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സങ്കടപ്പെടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു വിധത്തിൽ ഭയങ്കര കുടിച്ച് ഓവറായപ്പോ ആനന്ദ് തന്നെ പിടിച്ചിട്ട് അവിടുന്ന് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ രേവതിയെ ബാമ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ തനിയാണോ നിൽക്കുന്നതെന്ന്. അതെ ആന്റി അവിടെ അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ അവളിവിടെ ഉണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ്. ശ്രുതിയുടെ അടുത്ത ദേഷ്യം അവൾക്ക് അടങ്ങുന്നില്ല. ഒരിക്കലും ശ്രുതി ഇങ്ങനെയൊന്നും ചെയ്യുന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല എന്നുള്ള കാര്യം ബാമ പറയുമ്പോൾ അതെ ആന്റി, ഞങ്ങൾക്കും ഇപ്പൊ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ശ്രുതിയോടായിരുന്നല്ലോ ചന്ദ്രയ്ക്ക് സ്നേഹം കൂടുതൽ. അങ്ങനത്തെ അവൾ തന്നെ ചന്ദ്രയെ ചതിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ അത് അവൾക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ശ്രുതിയുടെ പേരും പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവളുടെ ദേഷ്യം ഇതുവരെ അടങ്ങിയിട്ടില്ല. ഞാനാണെങ്കിൽ ശ്രുതിയൊന്ന് വിളിച്ചു നോക്കി കേട്ടോ, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുന്നുണ്ടേ. ഇല്ല ആന്റി, ഇങ്ങോട്ട് വന്നിട്ടില്ല. ശ്രുതി ഇപ്പോ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? ചന്ദ്രൻ എന്തായാലും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവള് ഉറപ്പായിട്ടും ആ മീരയുടെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അത് ശരി തന്നെയാണ്. അവളല്ലാതെ അവൾക്ക് അച്ഛനും അമ്മയും വേറെ സ്വന്തം ബന്ധുവും ആരുമില്ല എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല ആന്റിക്ക് മുമ്പേ ശ്രുതിയെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അറിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചന്ദ്രയുടെ അടുത്ത് ആ കാര്യത്തെ കുറിച്ച് പറയില്ലായിരുന്നോ? അങ്ങനെ തന്നെ എന്നെയാണ് കുറ്റം പറഞ്ഞത്. ഞാനാണ് ശ്രുതിയുടെ തലയിൽ കെട്ടിവെച്ച് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചത്. ഇപ്പോ അമ്മയുടെ തീരുമാനം എന്താണ്? വീട്ടിലേക്ക് തിരികെ വരുമെന്ന് രേവതി ചോദിക്കുമ്പോ അവൾ എന്താണ് മനസ്സിൽ കണക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ ചാടി കടിക്കാൻ വരുവാണ്. ഞാനും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം എന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും അവളെ സമാധാനിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി നോക്കണം. അതിനു വേണ്ടിയിട്ട് രവിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബാമ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഞങ്ങൾ അച്ഛനടുത്ത് സംസാരിച്ചു. അമ്മ തനിയെ ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് തിരിച്ചു വരട്ടെ എന്നുള്ള കാര്യമാണ് അച്ഛനും പറയുന്നത്. ഇപ്പോൾ ചെറിയ പിള്ളേരുടെ ഇടയിലുള്ള അടിയേക്കാൾ കൂടുതലാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. അത് കഴിഞ്ഞ് അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി ചോദിക്കുന്നുണ്ട്. വന്നപ്പോൾ മുതൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നും കഴിച്ചില്ല. ഇപ്പതാ ഒരു കോഫി കുടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും തിരികെ വീണ്ടും ശ്രുതിയെ മരുമകളായിട്ട് അവൾ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, ശ്രുതി ചെയ്തത് തെറ്റൊക്കെ തന്നെയാണ്. പക്ഷെ അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അമ്മയെ ചോദിച്ചറിയണമായിരുന്നു. അവളെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാതെ പിടിച്ച് പുറത്താക്കി. എന്റെ അടുത്ത് അവള് പറഞ്ഞു മുടി പിടിച്ചിട്ട് അവള് പുറത്തു കൊണ്ടുപോയി തള്ളിയെന്ന്. ഇതെല്ലാം തെറ്റാണ്. ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അവൾ ചെയ്യാന്നുള്ള കാര്യം അവൾക്ക് തന്നെ അറിയില്ല. എന്തൊക്കെയാണെങ്കിലും രേവതി ഒരു കാര്യമുണ്ട് കേട്ടോ, ശ്രുതി വലിയ പണക്കാര വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവളെ പുകഴ്ത്തി സംസാരിച്ചിട്ട് നിന്നെ ചവിട്ടി അരയ്ക്കുമായിരുന്നു. അതിനാണ് ദൈവം തന്നെ ഇങ്ങനൊരു ശിക്ഷ ചന്ദ്രയ്ക്ക് കൊടുത്തത്. അത് കേട്ട് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്